രഘുത്തമനാണേ. എന്താടാ നീ കഴിഞ്ഞ ആഴ്ച പുതിയൊരു കാർ മേടിച്ചിട്ട് എന്റെ മുറ്റത്ത് വന്ന് നീ ഒരു പട്ടി ഷോ കാണിച്ച് നീ എനിക്കൊരു ലഡു കൊണ്ട് തന്നു. അയിന് നാളെ ഞാനും വാങ്ങുന്നുണ്ടാ. ലഡുവല്ല, ഷോറൂമിൽ നിന്ന് പുതിയ കാറ്. എന്നിട്ട് നിന്റെ മുറ്റത്ത് ഞാൻ വന്നിറങ്ങും ലഡുവില്. അല്ല, കാറില്. എന്നിട്ട് ഞാൻ വന്ന് നിന്നോട് ഞാൻ പ്രഭാകര ഒറ്റ മിനിറ്റ് ഒരു കോള് വരുന്ന ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. പൈസ തരാന്ന് പറഞ്ഞ അവറാച്ചൻ മുതലാളി. ഹലോ മുതലാളി. എടാ മക്കളെ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്നാ മുതലാളി? പൈസ റെഡി ആയിട്ടില്ല. പൈസ റെഡി ആയിട്ടില്ലേ? അല്ല മുതലാളി, 2 ലക്ഷം രൂപ നാളെ കിട്ടില്ലെങ്കിൽ എന്റെ ഫുള്ള് പ്ലാൻ പൊളിയും എന്ന് പറഞ്ഞ ഇത് ഞാൻ അച്ചടിച്ചെടുക്കണത്. പോരാ. അല്ല മുതലാളി, ഞാൻ പറയാം 2 ലക്ഷം രൂപ. ഹലോ അയ്യോ മുതലാളി വെച്ചിട്ട് പോയി 2 ലക്ഷം രൂപ ഞാൻ അവിടെ പോട്ടുണ്ടാക്കും. എന്തിനാ ഞാൻ പൈസക്ക് വേണ്ടി തണ്ടുന്നേ? അവളെ സ്വർണ്ണം ഉണ്ടല്ലോ, ആ സ്വർണ്ണം നമുക്ക് അങ്ങ് പണയം വെച്ചാ പോരെ. സുമേ, എന്താ ഇങ്ങോട്ട് വാടി പൊന്നെ. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു മനശലഭം. എന്താ പതിവില്ലാതെ ഒരു സ്നേഹപ്രകടനം? സുമേ, ഞാൻ നിനക്കൊരു ഡയമണ്ട് നെക്ലസ് മേടിച്ച് കഴുത്തിയിട്ട് വന്നാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വാങ്ങിച്ചു വന്ന ഞാൻ ഇടും. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താ? ഈ ഡയമണ്ട് ഇടയ്ക്ക് ആ സ്വർണ്ണം ഇരിക്കുന്ന കാണാൻ വേണ്ടി ഭയങ്കര വൃത്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഡയമണ്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് പോയ സ്വർണ്ണം അങ്ങ് പണയം വെച്ചാലോ? തീർന്നു. എടീ പൊന്നെ, നീ സ്വർണ്ണം ഒന്ന് താടി. ഞാൻ ഓൾറെഡി ഷോറൂമിൽ 5000 രൂപ അഡ്വാൻസ് കൊടുത്തേക്കുവാ. കാറ് മേടിച്ചില്ലെങ്കിൽ പ്രഭാകരന്റെ മുമ്പിൽ ഞാൻ നാറിപ്പോയാലും എന്റെ സ്വർണ്ണം ഞാൻ തരത്തില്ല. അപ്പൊ നീ പറഞ്ഞു പറഞ്ഞ എനിക്ക് സ്വർണ്ണം തരത്തില്ലെന്നാണോ? ഇല്ല. എനിക്ക് വേണ്ട പുല്ല നിന്റെ സ്വർണ്ണം. അളിയാ ബിജു വർഗീസേ, പറയടാ. ഐ നീഡ് എ ഹെൽപ്പ്. മലയാളത്തിൽ പറയാൻ പറ്റും. അളിയ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. പറഞ്ഞേ. എടാ, ഞാൻ നാളെ കാറെടുക്കാൻ പോകുന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ നാളെ എടുക്കാനുള്ള പൈസ എന്റെ ഇല്ലടാ. എന്റെ പെണ്ണുങ്ങളോട് ഞാൻ സ്വർണ്ണം പണയം വെക്കാണ്ട് ചോദിച്ചു, പക്ഷെ അവള് തരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നീ ഒരു കള്ളനെ പോലെ വന്ന് ആ സ്വർണ്ണം അടിച്ചു മാറ്റുന്നു. നാളെ ഞാൻ കൊണ്ട് പണയം വെക്കുന്നു. ഞാൻ പുതിയ കാർ വാങ്ങുന്നു. ചെറുക്ക എന്റെ വായിരിക്കുന്ന വല്ലതൊക്കെ കേട്ടാ എന്നെ കൊണ്ടൊക്കെ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു ഡീല് പറയാം. ഈ എടുത്തോണ്ട് പോകുന്ന സ്വർണത്തിന്റെ 25% നിനക്ക് ഞാൻ കമ്മീഷനായിട്ട് തരാം. എന്റെ പൊന്നാളിയിലടാ, ഒന്ന് എടുത്തതാണ്. ഉള്ളതാണോ? ഉള്ളതാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ വരൂല, പകരം വേറൊരാളെ പറഞ്ഞു വിടാം. അപ്പൊ നീ വേറൊരു കള്ളനെ അറേഞ്ച് തരും. അങ്ങനെയെങ്കിൽ ഞാൻ ഓൾറെഡി അടുക്കളയുടെ കഥക് തുറന്നിട്ടുണ്ട്. നീ അവനോട് പറ, 1/2 മണിക്കൂറിൽ ഞങ്ങൾ ഉറങ്ങും, പെട്ടെന്ന് വരാൻ പറയണം. ഓക്കേടാ പൊന്നാച്ചി. നിങ്ങൾ എന്തോ ഈ പിറുപിറുത്ത് സംസാരിക്കുന്നത്? കിടക്കുന്നില്ലേ? അല്ല, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. നീ കിടന്നുറങ്ങിക്കോ. അങ്ങോട്ട് അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ ചെറുപ്പത്തി നല്ല ഉറക്കം രണ്ടുപേരും. അയ്യോ, ഒച്ച വെക്കല്ലേ, അവളെ എഴുന്നേക്കും. കള്ളനാണല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലാതെ ഈ പാതിരാത്രി എന്റെ വീട്ടിൽ ജില്ലാ കളക്ടർ വന്ന് കയറി വരത്തില്ലല്ലോ. ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കുവായിരുന്നു. റൂട്ട് മാറുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കള്ളനാണ്, മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു വിട്ടിട്ടൊന്ന. ആണല്ലേ? ഈ അലമാര തുറക്കണമെങ്കിൽ അതിനുള്ള താക്കോല് വേണമല്ലോ. ഈ താക്കോലല്ലേ ചേച്ചി കിടന്നുറങ്ങുന്ന തലയുടെ അടിയിലിരിക്കുന്നത്? അയ്യോ, അതെങ്ങനെ അറിയാം? ഞാൻ കള്ളനാണ്, അല്ലാതെ കളക്ടർ അല്ല. ശരിയാ. അപ്പൊ നീ ആ താക്കോൽ എങ്ങനെ എടുക്കും? അതിനാണ് ടൂൾസ്. ഇത് വെച്ച് എന്തുവാ കാണിക്കാൻ പോണേ? കാണിച്ചു തരാം. കാണിച്ചതാ, കാണിക്കും. ആ ഉപ്പ് തിന്നു. കുഴപ്പമില്ല, കുറച്ചും മോള് വാ തുറന്നോളൂ. എന്തിന്? കേട്ടിട്ടില്ലേ ഉപ്പ് തിന്നുമ്പോൾ വെള്ളം കുടിക്കുമെന്ന്? അതല്ലെന്ന്, ഇവർ എഴുന്നേറ്റ് അത് എടുക്കാൻ പറ്റും. എന്റെ ഐഡിയ തീർന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. കുഴപ്പമില്ല, എന്റെ ഒരു ഐഡിയ ഉണ്ട്. എടാ, ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകതര സ്വഭാവം ഉണ്ട്. എന്താണ്? ഇവളുമാർ ഈ ഉറയും കിടക്കുന്ന സമയത്ത് ഇവളുമാരെ ഉത്ബോധ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവളുമാരെ എങ്ങനെ പൊക്കി പറഞ്ഞാലും ഇവളുമാര് തന്നെ പൊങ്ങിക്കോളും. എങ്ങനെ? കാണിച്ചു തരാം. സുമേ, നീ എന്തൊരു സുന്ദരിയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് നിന്റെ അത്രയും ഗ്ലാമറുള്ള ഒരു അപ്സരസ് വേറെ ഇല്ല. നിന്റെ ആ കലകല എന്നുള്ള ശബ്ദം പൂങ്കുയിൽ പാട്ട് പാടുന്നേക്കാളും അപ്പുറമാണ്. പൂങ്കുയിലൊന്ന് മാറ്റി പിടിക്കാൻ പറ്റൂ? എന്തിനാ? വലിയ ചേർച്ചയൊന്നും ഇല്ല. ലോജിക്കലി കറക്റ്റ് ആകുന്നില്ല. ശരിയാ. എങ്ങനെ എഴുന്നേപ്പിച്ചേ? നിന്ന് ചന്ദ്രലെ കളിക്കാറാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. കിട്ടി. സുമേ, നീ എന്തൊരു സുന്ദരിയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് നിന്റെ അത്ര സൗന്ദര്യമുള്ള പെണ്ണ് വേറെ ഇല്ല.
എടാ, കൈ എടുത്തോണ്ട് പോടാ. ഇതെങ്ങനെ തിരിച്ചു പോകും? കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. നീ ഇവിടെ അലമാര തുറന്നേ. അതെ, കുടിക്കാൻ ഇച്ചിരി വെള്ളമെങ്കിലും കിട്ടൂ. ആദിത്യ മര്യാദ. ആ. സോറി, ഞാൻ അതിനെ കുറിച്ച് മറന്നുപോയി. ഞാൻ പോയിട്ട് ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വരാം. നിൽക്കണോ അവിടെ? ഞാനൊന്നും കാണുന്നില്ല എന്ന് നീ കരുതിയല്ലേ? ഇവിടെ വാടാ. എന്റെ പൊന്നു ചേച്ചി അറിയാതെ ഈ വീട്ടിൽ വന്ന് കയറിപ്പോയതാ. ഇനി ഒരു തെറ്റും ചെയ്യൂല. വെറുതെ ആളെ വിളിച്ചു കൂട്ടി അടി വാങ്ങിച്ചു തരല്ലേ. നീ അല്ലേടാ ഒസാമ ബിലാദിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത ജോർജ് ബുഷ്? അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. ജോർജ് ബുഷ് ഇവൾക്ക് ഈ ഉറക്കത്തിൽ തന്നെ തന്നെ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ട്. കുഴപ്പമില്ല, പുറമെ നടക്കുന്ന ഒന്നും അറിയത്തില്ല. പോയിട്ട് അലമാര തുറന്നോ. ഇതെങ്ങനെ തിരിച്ചു വിടും? എന്താ ശബ്ദം? എന്താ കാണിക്കുവാ? എക്സസൈസ് ചെയ്യാം. ഈ പാതിരാത്രിക്കോ? അല്ല, പുറകിൽ ആരാ നിക്കുന്നേ? ഞാൻ ഈ പുള്ളിയുടെ ട്രെയിനറാ. അങ്ങനെ ഓക്കേ, ഗുഡ് നൈറ്റ്. ഇത് കഥ പറയാതെ തുറക്കാവോ? കുടിക്കാനുള്ള വെള്ളം കിട്ടിയില്ല. ആദിത്യ മര്യാദ. ഞാൻ ഇതിനെ കുറിച്ച് മറന്നു എടുത്തിട്ട് വരാം. അല്ല, സമ്മതിക്കൂല. എന്റെ സങ്കടം കേട്ടിരിക്കാൻ ആരുമില്ല ഇവിടെ. ആരാ പറഞ്ഞ ആരും ഇല്ലെന്ന്? അതില്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. ചേച്ചിയുടെ സങ്കടങ്ങൾ മൊത്തവും പറ. എന്റെ ഭർത്താവില്ലേ, ആ. അങ്ങേരെ ഒരു ദുഷ്ടനാ, ചതിയനാ, സ്നേഹമില്ലാത്തവനാ. ചേച്ചി ദൈവദോഷം പറയരുത്. ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ആ മനുഷ്യൻ എനിക്ക് വേണ്ടി കിടന്ന് ഓടുന്നത് എനിക്കേ അറിയാവൂ. വെള്ളം എടുക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി അകത്ത് പോയി അങ്ങനെ പറയേ ചെയ്യരുത് ചേച്ചി. അങ്ങേരെ എന്റെ കൈ വല്ലതും കിട്ടിയാൽ അങ്ങേരെ കഴുത്ത് ചേർത്ത് ഞാൻ കൊല്ലും. അയ്യോ, എടാ, നിനക്ക് ഞാൻ ഈ മെഷീൻ ഓഫാക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തന്നല്ലടാ. പിന്നെ എന്തിനാ അവളുടെ കഥ കാണ്ടി പോയ? അഴുത്ത് കുത്തി പിടിച്ചാ പിന്നെ ഇത് കൈ പൊങ്ങണ്ടേ? പോയ അലമാര തുറന്നതാണ്. മനുഷ്യന്റെ ബി പി ആയിട്ടാണ്. പാവോ പാവോ സാധനം കിട്ടി. ഓക്കെ. അല്ല, എന്റെ കൈ തരില്ലേ? എന്റെ ഫിംഗർ പ്രിന്റ് വരും. നീ എന്റെ കൂട്ടുകാരനെ കൊണ്ട് ഇത് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അവനോട് നീ പ്രത്യേകമായിട്ട് പറയണം, ഇത് പണയം വെച്ച് കിട്ടുന്ന പൈസ നാളെ രാവിലെ വന്ന് ഞാൻ മേടിച്ചോളാം, കാറ് മേടിക്കാൻ വേണ്ടി. ഓ, അപ്പൊ ഞാൻ അങ്ങ് പോണം. നീ ഇറങ്ങി പോണം. ഈ സ്വർണ്ണം കൊണ്ട് ഇറങ്ങി പോണം. ഓക്കെ. അങ്ങോട്ട് ഇങ്ങോട്ട്. അയ്യോ അയ്യോ അയ്യോ, ഒരു മിനിറ്റ്. ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പോകുന്ന വഴിക്ക് വല്ലതും മേടിച്ച് കഴിച്ചു. എന്തിനാ കരയുന്നേ? ആദ്യമായിട്ട് ഒരു വീട്ടിൽ പോയി പോട്ടിച്ചിട്ട് ഇറങ്ങുമ്പോ കഴിക്കാൻ പൈസ തരുന്നത് സാധാരണ ഇടിയാ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നെ കൂടെ കരയിപ്പിക്കാതെ ഇറങ്ങി പോടാ പട്ടി. കരയില്ല, നാളെ കാറ് മേടിക്കട്ടെ. അളിയാ ബിജു വർഗീസേ, പറയടാ. എടാ, നീ പറഞ്ഞു വിട്ട കള്ളല്ലേ? അളിയ ഒന്നും പറയില്ല, കിടുക്കാച്ചി കള്ളൻ ഉള്ള സ്വർണം മൊത്തവും വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. അളിയ, നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുവായിരുന്നു. എന്നളിയ? കുറച്ചു മുമ്പ് അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്തുവാ? ഈ സ്വർണം മുഴുവൻ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇതിനി തിരക്കണ്ട, ഓക്കെ ബായിന്ന്. അപ്പൊ എന്റെ സ്വർണം ഗദാ ഹുവ. അയ്യോ, ദേവടുത്ത് പോത്ത് പോലെ കടന്നുറങ്ങുന്നത്. നമ്മുടെ 25 പവന്റെ സ്വർണ്ണം കള്ളം കൊണ്ടുപോയിട്. നിനക്ക് മനസ്സിലായില്ലടി? നമ്മുടെ 25 പവന്റെ സ്വർണ്ണം കള്ളം കൊണ്ടുപോയിട്. ആര് കൊണ്ടുപോയെന്നാ? പുറത്തും കൊണ്ട് ഞാൻ കണ്ടല്ലേ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇവിടെ എന്റെ രാവിലെ ഒരു സ്വർണം ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ ഇന്ന് ഈ വീട്ടിൽ കള്ളം കയറുമെന്ന്. അതുകൊണ്ട് നേരത്തെയാണ് ഞാൻ ആ സ്വർണ്ണമൊക്കെ എടുത്ത് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചത്. പിന്നെ നിങ്ങളും ആ കള്ളനും കൂടെ കാണിച്ചു കൂട്ടി എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ബാക്കി രാവിലെ തരാം. അപ്പൊ വന്ന് കിടന്ന് ഉറങ്ങ്. അല്ല, അങ്ങനെയെങ്കിൽ പൊന്നെ നീയേക്കാൾ പണയം വെച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ സ്വർണ്ണം എടുത്താൽ ഞാൻ പോയിട്ട് കാറ് മേടിക്കട്ടെ. തരില്ല ഞാൻ. കിടക്കുന്നില്ലേ? ഒരു മിനിറ്റ്, അതിനും ഒരു ഫോം വിളിക്കാറുണ്ട്. പ്രഭാകര, ലഘുത്തമനാണേ. നിനക്ക് ഉറക്കമൊന്നും ഇല്ലേടേ? ഇല്ല, ഇതിവിടെ പറഞ്ഞിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. നീ കഴിഞ്ഞ ആഴ്ച പുതിയൊരു കാർ മേടിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് പട്ടിഷോ കാണിച്ചിട്ട് നീ എനിക്കൊരു ലഡു കൂടെ തന്നില്ലേ? അതിന് ഞാനത് ക്ഷമിച്ചടാ പട്ടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.